ഹലോ! എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് തന്നെയാണോ ഇരിക്കണത്? മഴയൊക്കെ എങ്ങനെയുണ്ട്? തകൃതിയായിട്ട് പെയ്യണില്ലേ? ഇവിടെയും നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ടെന്നൊക്കെ. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കട്ടോ. ഞാൻ പിന്നെയും നമ്മുടെ ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാട്ടോ വന്നത്. അതും നമ്മുടെ ഐലൈനർ കുപ്പിയിൽ. ഓ! ഇവൾക്കൊരു ഐലൈനർ കുപ്പിയുണ്ട് അവളുണ്ടെന്നൊക്കെ. എന്ത് ചെയ്യാനാണ്? എടുത്ത് വെച്ച് കഴുകി വെച്ചാണ് കുപ്പിയൊക്കെ തീരണ്ടേ? അങ്ങനെ. അപ്പോൾ ദേ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ എൻ്റെ ഐലൈനർ കുപ്പീനെ മിസ് ചെയ്യും എന്തായാലും. കാരണം കുറച്ച് നാളത്തേക്ക് ഐലൈനർ കുപ്പിക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ദേ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ കുപ്പിക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുത്ത് പച്ചക്കുപ്പിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഗ്രീനിൻ്റെ തന്നെ വേറൊരു കടും ഗ്രീൻ വെച്ചിട്ട് നമുക്ക് തണ്ടൊക്കെ വരച്ചു കൊടുക്കാവേ. നമ്മളിന്ന് കണിക്കൊന്നയാണ് ഉദ്ദേശിച്ചത് വരയ്ക്കാൻ. ഇത് വേറെ എന്തെങ്കിലും ആയോന്ന് എനിക്കറിയില്ല. കണിക്കൊന്നയിൽ പൂവ് കണ്ടില്ല എന്നൊന്നും ആരും പറയരുത് കേട്ടോ. പൂവൊന്നും ഞാൻ വരച്ചില്ല, ഞാൻ മുട്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ. പൂവൊക്കെ വിരിഞ്ഞ് നമ്മുടെ ആർട്ട് ചീത്തയായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പൂവ് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടി മുട്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ ഇത് വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു എന്നുള്ളൂ എന്നൊക്കെ. ഇനിയിപ്പോൾ അടുത്ത വിഷു വരാൻ എന്തോ ഒരു സമയമുണ്ടെന്നല്ലേ. അങ്ങനെ ദേ നമ്മുടെ കണിക്കൊന്നയൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ബഡ്സ് വെച്ചാണ് വരച്ചെടുത്തത്. മുട്ടിൻ്റെ വലിപ്പം കൂടിപ്പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഐലൈനറിൻ്റെ തന്നെ ബ്രഷും കൊണ്ട് ചെയ്തു. അതപ്പോൾ ശരിയായില്ല. ലാസ്റ്റ് നമ്മുടെ ബ്രഷ് തന്നെ വണ്ടി വന്നു. അങ്ങനെ ദേ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ആട്ടോ ഞാൻ നമ്മുടെ ഐലൈനർ കുപ്പി വെച്ച് ചെയ്തത്. ഇതിലേതാ ഇഷ്ടമായെന്ന് പറയണേ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയില്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ലവ് യു ഓൾ, ടാറ്റാ.